നമസ്കാരം. ഇന്നത്തെ വിഷയം കഴിഞ്ഞ എൻ്റെ വീഡിയോയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമാണ്. അതായത് സോഷ്യൽ മീഡിയ യൂസർമാർ, പ്രത്യേകിച്ച് ഫേസ്ബുക്ക് യൂസർമാർ ശ്രദ്ധിക്കേണ്ടതാണ്. കാര്യം, ഫോണിനുള്ളിലെ ഫോട്ടോകളെല്ലാം നമ്മുടെ സ്വകാര്യമാണല്ലോ. അത് ഇനി മുതൽ പബ്ലിക് ആകാനുള്ളൊരു ചാൻസ് ഉണ്ട്. പബ്ലിക് ആകാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും എന്നൊരു സ്ഥിതിയിലേക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഫേസ്ബുക്ക് യൂസർമാരെല്ലാം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം മെറ്റ ഇപ്പൊ എഐയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ എഐയെ ഒന്ന് പരിശീലിപ്പിക്കാൻ വേണ്ടി അവർക്ക് സ്റ്റോക്ക് ഫോട്ടോകളും പുറത്തുനിന്നുള്ള ഫോട്ടോകളും ഡേറ്റകളും മുഴുവൻ അവർക്ക് എഐയിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്? അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലല്ലോ. പുറത്തുനിന്നുള്ള ഡേറ്റകൾ മാത്രമാണ് അങ്ങോട്ട് അവർ കയറ്റിവിടുന്നത്. അതിനായിട്ട് ആശ്രയിക്കുന്നതോ നമ്മുടെ ഫേസ്ബുക്കിലെ ഡേറ്റകളും ചിത്രങ്ങളും ഒക്കെ തന്നെയാണ്. അതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് അന്വേഷിച്ചാൽ തീർച്ചയായും ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. നിങ്ങളുടെ അറിവിലേക്കായുള്ളതാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവരും കണ്ടാൽ അവരവർക്ക് കൊള്ളാം. കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. മെറ്റ എന്ന് പറയുന്നത് പലപ്പോഴും സ്വകാര്യമായ വിഷയങ്ങളിൽ ചില വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കേന്ദ്ര ബിന്ദുവാണ് നമ്മുടെ മെറ്റ. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോലുള്ള നമ്മുടെ പൊതുമാധ്യമങ്ങളിൽ നമ്മൾ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ മെറ്റയുടെ എഐയെ പരിശീലിപ്പിക്കാൻ വേണ്ടി അവർ എടുക്കുമെന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട, ഉറപ്പാണ്. എന്നാൽ ഇതുപോലെ മെറ്റയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊന്നും നിങ്ങൾ പങ്കുവയ്ക്കാത്ത ഫോട്ടോകളും വിവരങ്ങളും മറ്റും, അതായത് ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാം പോലുള്ളവയിൽ നിന്ന് മെറ്റ അടിച്ചു മാറ്റും എന്നുള്ളതിൽ ആണ് പുതിയ ആരോപണമായി വന്നിരിക്കുന്നത്. അതായത് തെളിവുകളുമായാണ് വന്നിട്ടുള്ളത്. തെളിവുകളുണ്ട്, അവർ എടുത്തിരിക്കും, സംശയം വേണ്ട. അതായത് ഫേസ്ബുക്കിൽ നമ്മളെല്ലാവരും സ്റ്റോറി പങ്കുവയ്ക്കുന്നവരാണല്ലോ. ഈ സ്റ്റോറി പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ചിലർക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായത്. അതുപോലെ സാധാരണ പോലെ സ്റ്റോറി പങ്കുവയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു പോപ്പപ്പ് വിൻഡോ നമ്മുടെ സ്ക്രീനിൽ വന്നു. അത് ക്ലൗഡ് പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപഭോക്താക്കളെ ക്ഷണിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു അത്. അതായത് അവരുടെ ക്ലൗഡ് ഫോട്ടോ ഫീച്ചറിലേക്ക് നമ്മളെ ക്ഷണിച്ചുകൊണ്ട് ഉള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു അത് പലരും അക്സെപ്റ്റ് ചെയ്തു. കാരണം അത് ഒറ്റ നോട്ടത്തിൽ തോന്നിയാൽ നമുക്കത് യാതൊരു കുഴപ്പവുമില്ല എന്ന് തന്നെ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് നമ്മുടെ മുന്നിൽ സ്ക്രീനിൽ പോപ്പപ്പായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. എന്നാൽ ഈ ഒരു സെറ്റിംഗ് വഴി മെറ്റയ്ക്ക് നമ്മുടെ ഫോണിലെ ക്യാമറ റോളിലുള്ള, ഫോണാകട്ടെ ടാബാകട്ടെ ഏതുമാകട്ടെ, ക്യാമറ റോളിലുള്ള ഫോട്ടോകൾ പരിശോധിക്കാനും ചിത്രങ്ങളും ഡോക്യുമെന്റുകളും എല്ലാം മെറ്റയ്ക്ക് അവരുടെ ക്ലൗഡ് സ്റ്റോറേജിലേക്കുള്ള അപ്ലോഡിന് വേണ്ടി എപ്പോഴും സജ്ജീകരിക്കാനും അവർക്ക് സാധിക്കും. അതായത് നിരന്തരം അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. നമ്മൾ പുതുതായി ഒരു ഫോട്ടോ എടുത്താൽ അത് അപ്പം തന്നെ മെറ്റയുടെ ക്ലൗഡ് സ്റ്റോറേജിലേക്ക് അപ്ലോഡ് ആകും എന്നുള്ളതാണ്. എന്നാൽ ഇതിന് പകരമായി കമ്പനി നമുക്ക് കുറെ ഫീച്ചറുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, അത് നമ്മുടെ ഫോട്ടോ കൊളാഷുകളും ഈവന്റ് റീക്യാപ്പുകളും AI ജനറേറ്റഡ് ഫിൽറ്ററുകളും ജന്മദിനം, ഗ്രാജുവേഷൻ പോലുള്ള പ്രധാന ദിവസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കണ്ടന്റ് സജക്ഷനുമാണ് കമ്പനി തിരികെ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അത് നമുക്ക് മറ്റേലൂടെ ലഭിക്കുകയും ചെയ്യും. വാട്സപ്പിൽ ഇങ്ങനെയുള്ള പലവിധ ഫീച്ചറുകളും നമുക്ക് ഫ്രീ ആയി യൂസ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് അവർ ഒരുക്കി തരുന്നുണ്ട്. പകരം നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ക്ലൗഡ് സ്റ്റോറേജിന്റെ, നമ്മുടെ ഫോൺ സ്റ്റോറേജിന്റെ ഉള്ളിലേക്ക് അവർക്ക് കടന്നു കയറാനുള്ള ഒരു അനുവാദമാണ് നമ്മൾ പോപ്പപ്പ് വിൻഡോയിൽ പോപ്പപ്പായി വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ വഴി നമ്മൾ അവർക്ക് അനുവാദം കൊടുക്കുന്നത്. വേണമെങ്കിൽ കൊടുത്താൽ മതി. ഇത് കൊടുക്കാനും കൊടുക്കാതിരിക്കാനുമുള്ള അവകാശവും അധികാരവും ഒക്കെ നമുക്കുണ്ട്. പലരും കൊടുത്തു പോകും. അത് മാത്രമല്ല, നമ്മളാരും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാത്ത ചിത്രങ്ങളും ഡേറ്റകളും കൂടി അവർ
ക്ലൗഡ് സ്റ്റോറേജിൽ നിന്ന് അവർക്ക് പരിശോധിക്കാനുള്ള ഒരു അനുവാദവും കൂടിയാണ് ഇതിലൂടെ അവർക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയകളിൽ പങ്കുവയ്ക്കാത്ത ചിത്രങ്ങളും മറ്റും എന്തായാലും ഏറെക്കുറെയൊക്കെ സീക്രട്ട് ആയിരിക്കും, കുടുംബപരമായിരിക്കും. കുടുംബം എന്ന് പറയുമ്പോൾ അതിൽ ചിലപ്പോൾ ഭാര്യയും ഭർത്താവും മാത്രമുള്ള ചില നിമിഷങ്ങളായിരിക്കും അവർ ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചു വയ്ക്കുക. അതുപോലുള്ള നിമിഷങ്ങളും ഒക്കെ അവർക്ക് അതിലേക്ക് കടന്നു കയറി ചെന്ന് അതിനെ പരിശോധിച്ച് അതിനുള്ളിൽ നിന്ന് അനലൈസ് ചെയ്ത് ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോകൾ, ഫോട്ടോകൾ എല്ലാം തന്നെ അവരുടെ ക്ലൗഡ് സ്റ്റോറേജിലേക്ക് മാറ്റി അവർക്ക് അത് AI പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു മാർഗമാണ് ഇതിലൂടെ അവർക്ക് ലഭിക്കുന്ന ഒരു അനുവാദം എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു സംവിധാനത്തിലൂടെ മെറ്റയുടെ AI ഫീച്ചറുകൾ കൂടുതൽ മെച്ചപ്പെട്ടതാകും. അത് കൂടുതൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപകരിക്കത്തക്ക രീതിയിലുള്ള സജ്ജീകരണങ്ങളായി തീരും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. മുൻപ്, അതായത് 2007 മുതൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാം നമ്മൾ പങ്കുവയ്ക്കപ്പെട്ടിട്ടുള്ള പബ്ലിക് ഉള്ളടക്കങ്ങളെല്ലാം തന്നെ അവർ ജനറേറ്റീവ് AI മോഡലുകളെ പരിശീലിപ്പിക്കുന്നതിനായി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മെറ്റ മുൻപ് തന്നെ സമ്മതിക്കപ്പെട്ടതാണ്. എന്തായാലും ഈ ഒരു കാര്യവും മെറ്റ നമ്മളോട് ചെയ്യുന്ന ഒരു ചതിയാണ്, ഒരു തട്ടിപ്പാണ്. പെട്ടെന്ന് എന്താണെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിലുള്ള ഒരു പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ ആയിരിക്കും വരിക. പെട്ടെന്ന് നമ്മൾ അത് ഒഴിവാക്കാൻ വേണ്ടി അതിനൊരു റെസ്പോൺസ് നമ്മൾ കൊടുക്കും. ആ റെസ്പോൺസാണ് അവർക്ക് അനുവാദമായി കിട്ടുന്നത്. തീർച്ചയായും അങ്ങനെയുള്ള പോപ്പപ്പ് മെസ്സേജുകൾ നമ്മൾ കൃത്യമായി വായിച്ചു നോക്കാതെ അത് അക്സെപ്റ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ചില കുക്കീസിലൂടെയൊക്കെയാണ് അത് വരുന്നത്. എന്തായാലും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ദോഷം എന്ന് പറയാൻ പറ്റും. എന്നാൽ നമ്മുടെ സ്വകാര്യ നിമിഷങ്ങൾ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കും, മെറ്റയ്ക്ക് കാണാൻ സാധിക്കും, മെറ്റയിലെ AIക്ക് അത് അനലൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു പരമമായ സത്യം എന്ന് പറയുന്നത്. നിങ്ങൾക്കങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം, വേണ്ടെന്ന് വെക്കാൻ ഫേസ്ബുക്കിനുള്ളിൽ തന്നെ ചില സെറ്റിങ്ങുകൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഫോണിൽ ചില സെറ്റിങ്സുകൾ മാറ്റിയാൽ മതി. അത് നിങ്ങൾക്ക് വേണ്ടാന്ന് വയ്ക്കാം. എന്താണെന്ന് ഞാനത് വിശദീകരിക്കുന്നില്ല. നിങ്ങൾ മറ്റ് ടെക്നീഷ്യന്മാരുമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ അത് കൂടുതൽ അറിവുള്ളവരുമായിട്ടോ ഈ വിവരങ്ങൾ പങ്കുവെച്ച് നിങ്ങൾക്കത് ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അതായത് ഒരു ഫോണിൽ നമ്മൾ ചെയ്യേണ്ടത്, എന്തായാലും ഒരു ക്ലൗഡ് പ്രോസസ്സിംഗ് ഫീച്ചർ ഉപയോഗിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ, നമുക്ക് അങ്ങനെ ഒരു പ്രോസസ്സ് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനുള്ള അനുവാദം കൊടുക്കാനുള്ള ആഗ്രഹം നമുക്കില്ല എങ്കിൽ അത് ഒഴിവാക്കാനുള്ള സൗകര്യം അവർ ലഭ്യമാക്കിയിട്ടുണ്ട്. ആ കാര്യം അവർ എന്തായാലും ചെയ്തിട്ടുണ്ട്. അതുവഴി നമുക്കത് ഒഴിവാക്കാം. അതിനുവേണ്ടി ഫോണിൽ ചില സെറ്റിങ്ങുകൾ ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മൾ ആ പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ വഴി നമ്മൾ അനുവാദം കൊടുത്തവർക്ക് മാത്രം മതി ഇത് ഒഴിവാക്കേണ്ടത്, അല്ലാത്തവർക്ക് പ്രശ്നം വരുന്നില്ല. ചില നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യില്ല, അത് ഒഴിവാക്കി വിടും. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു സെറ്റിങ്സ് ചെയ്യേണ്ടതിന്റെ ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ ഫോണിന്റെ സെറ്റിങ്സിൽ പോയി ക്ലൗഡ് പ്രോസസ്സിംഗ് സിസ്റ്റം ഓഫ് ചെയ്താൽ 30 ദിവസത്തിനുള്ളിൽ നമ്മളുടെ കയ്യിൽ നിന്ന് എടുത്ത ഫോട്ടോകളെല്ലാം അല്ലെങ്കിൽ ഡേറ്റകളെല്ലാം തന്നെ നീക്കം ചെയ്യുമെന്ന് കമ്പനി നമുക്ക് ഉറപ്പു തരുന്നുണ്ട്. അതുവഴി നമ്മുടെ ഇതുവരെ അവർ എടുക്കപ്പെട്ടിട്ടുള്ള ഡേറ്റകളെല്ലാം തന്നെ അത് അവിടെ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്യും. നമ്മുടെ അനുവാദം അവിടെ കിടക്കുന്നിടത്തോളം കാലം നമ്മൾ പുതിയ ഒരു ഫോട്ടോ എടുത്താൽ അത് അപ്പോൾ തന്നെ അവരുടെ ക്ലൗഡ് സ്റ്റോറേജിലേക്ക് അപ്ലോഡ് ആകത്തക്ക വിധത്തിൽ ഉള്ള സെറ്റിങ്സ് അവർ ചെയ്തിട്ടുണ്ട്. അത് ഒഴിവാക്കേണ്ട എന്നുള്ളവർക്ക് പ്രശ്നമില്ല, അതവിടെ കടന്നോളും. ചില മെറ്റയുടെ ചില ഉപയോഗങ്ങൾക്ക് അത് ഉപകരിക്കുകയും ചെയ്യും. എന്തായാലും ഇങ്ങനെയുള്ള ക്ലൗഡ് സ്റ്റോറേജുകൾ നമ്മുടെ സ്വകാര്യതയെ ബാധിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവും വേണ്ട. ക്ലൗഡ് സ്റ്റോറേജുകളിൽ പല കമ്പനികൾക്കും കടന്നു കയറാനുള്ള ഒരു അനുവാദം നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ കൊടുത്തിട്ടുണ്ടാവാം. അത് കാരണം നമ്മുടെ ക്ലൗഡ് സ്റ്റോറേജുകളിൽ ഇത്തരത്തിലുള്ള ഫോട്ടോകളും ഡേറ്റകളും ഒന്നും സൂക്ഷിച്ചു വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്.
എന്തായാലും ഫോൺ നമ്മളാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ സ്വന്തം ഫോൺ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങളും ഫോട്ടോകളും വീഡിയോകളും എല്ലാം ഫോണിൽ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. ഫോണിലല്ലാതെ നമുക്കിപ്പോൾ മറ്റൊരു സംവിധാനമില്ലല്ലോ അത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി. അപ്പോൾ ഫോണിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പക്ഷെ അത് സുരക്ഷിതമായ രീതി ആണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അത്തരത്തിലുള്ള ഫോട്ടോകളും വീഡിയോകളും ഒക്കെ നമ്മുടെ ഫോണിൽ നമ്മൾ സൂക്ഷിക്കാവൂ. ഇത് ഒഴിവാക്കണമെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഫോണിന്റെ സെറ്റിംഗ്സിൽ പോയി ക്ലൗഡ് പ്രോസസ്സിംഗ് സിസ്റ്റം ഒഴിവാക്കേണ്ടതാണ് ഫോണിൽ നിന്ന്. എന്തായാലും ഇത് മെറ്റ നമ്മളോട് കാണിക്കുന്ന ഒരു ചതിയാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ നമുക്ക് ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒന്നും ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഉപയോഗിക്കാതിരിക്കാനുള്ള ഒരു നിർവാഹമില്ല. എന്തായാലും നമ്മുടെ യുവതലമുറ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അതിൽ നിന്ന് വിട്ടുപോകാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായില്ല. തീർച്ചയായിട്ടും നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിച്ച് ശീലിച്ചു പോയി, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ച് ശീലിച്ചു പോയി. അതുമായി തന്നെ നമ്മൾ എന്തായാലും മുന്നോട്ട് പോകും. എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞതാണ്, ഈ മെറ്റ അവരുടെ AI പരിശീലിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സ്വകാര്യ ഫോട്ടോകളും നമ്മുടെ ഫോണിനകത്തുള്ള എല്ലാ വിവരങ്ങളും അവരുടെ ക്ലൗഡ് സ്റ്റോറേജിലേക്ക് അവർ ചോർത്തിക്കൊണ്ട് പോകും. അതുവഴി അവരുടെ AI കൂടുതൽ പരിശീലിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് സമ്മതമില്ലാത്തവർ ഫോണിന്റെ സെറ്റിംഗ്സിൽ പോയി ക്ലൗഡ് പ്രോസസ്സിംഗ് ഓഫ് ചെയ്യേണ്ടതാണ്. ക്ലൗഡ് പ്രോസസ്സിംഗ് ആണ് ഓഫ് ചെയ്യേണ്ടത്. എന്തായാലും ഇങ്ങനെ ഓഫ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള ഫോണിലെ സെറ്റിംഗ്സുകൾ മാറുകയോ ഫോണിനും നമുക്കും യാതൊരു കുഴപ്പവും സംഭവിക്കുകയോ, ഇനി ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ എല്ലാം തന്നെ പ്രോപ്പറായി മുൻപത്തേതുപോലെ തന്നെ വർക്ക് ചെയ്യുകയും ചെയ്യും. അതിൽ യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ പേടിക്കേണ്ട. ചിലർ ഇങ്ങനെയുള്ള അനുവാദങ്ങൾ കൊടുത്തില്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് നമ്മളെ ഒഴിവാക്കപ്പെടുമോ, ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നമ്മൾ ഒഴിവായി പോകുമോ എന്നുള്ള ഭയത്താലാണ് പലരും ഇങ്ങനെയുള്ള അനുവാദങ്ങൾ കൊടുക്കുന്നത്. നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താലും, ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താലും അതിൻ്റെ എഗ്രിമെന്റ് തീർച്ചയായും നമ്മൾ ടിക്ക് ചെയ്തിരിക്കും. അത് നമ്മളാരും വായിച്ചു നോക്കുന്നില്ല. ഒരു 90% പേരും എഗ്രിമെന്റ് പേപ്പർ വായിച്ചു നോക്കുന്നില്ല. ആ പേജ് എന്ന് പറയുന്നത് ചിലപ്പോഴും 2-3 പേജൊക്കെ ഉണ്ടാകുമ്പോൾ അത് വായിച്ചു നോക്കാനുള്ള അവകാശം നമുക്കില്ല. പലർക്കും വായിച്ചു നോക്കിയാൽ എന്താണെന്ന് അറിയുകയുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്ന് വായിച്ചു നോക്കാൻ എന്തായാലും നിർബന്ധിതരല്ല. നമ്മൾ വായിച്ചു നോക്കാതെ തന്നെ അത് എഗ്രി ചെയ്യും. അതുകൊണ്ട് നമ്മുടെ പല സ്വകാര്യ ഡേറ്റകളിലേക്കും അവർക്ക് നുഴഞ്ഞു കയറാനുള്ളൊരു അനുവാദവും കൂടി അവർ അതിൽ നിന്ന് എഴുതി വാങ്ങുന്നുണ്ട് നമ്മളുടെ കയ്യിൽ നിന്ന്. നമ്മൾ പല തരത്തിലുള്ള ആപ്ലിക്കേഷനുകളും നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത്, പ്രത്യേകിച്ച് APK ഫയലുകളൊക്കെ നമ്മൾ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ആ ഒരു സമ്മതപത്രം അവർ ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ടാവും. അതിലൂടെ അവർക്ക് നമ്മുടെ സ്റ്റോറേജുകളിലും മറ്റും നുഴഞ്ഞു കയറാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞു. എന്തായാലും നിങ്ങൾ പുതിയ ആപ്ലിക്കേഷനുകൾ, നമുക്ക് വിശ്വാസമില്ലാത്ത ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോണിൽ ഉപയോഗിക്കാൻ നേരം ഡൗൺലോഡ് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് അവർ തരുന്ന എഗ്രിമെന്റ് ഒന്ന് വായിച്ചു നോക്കാൻ നിർബന്ധിതരാണ് നിങ്ങൾ തീർച്ചയായും. അല്ലെങ്കിൽ പല വിധത്തിലുള്ള ഡേറ്റകളും നമ്മുടെ കയ്യിൽ നിന്ന് ചോർന്നു പോകും. അങ്ങനെയുള്ള എഗ്രിമെന്റ് ടിക്ക് മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായും നോക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ സൂക്ഷിക്കുക. നിങ്ങൾ ഫേസ്ബുക്കിലും മറ്റും അങ്ങനെയുള്ള ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യാതിരിക്കുക. സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോകൾക്ക് അവർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ AI പരിശീലിപ്പിക്കാൻ വേണ്ടി എടുക്കാനുള്ള അനുവാദം അവർക്കുണ്ട്. അവരത് എടുക്കുകയും ചെയ്യും. നിങ്ങളുടെ സ്വകാര്യ ഫോട്ടോകൾ ഫോണിൽ സൂക്ഷിച്ചിരിക്കുന്നത് എടുക്കാനുമുള്ള ഒരു അവകാശം അവർ നമ്മളോട് തന്നെ ചോദിച്ചു വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ചിലരെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അതിനെതിരെ നമ്മൾ ചെയ്യേണ്ടത് ക്ലൗഡ് സ്റ്റോറേജ് ഓഫ് ചെയ്തു വെക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കീപ്പ് ഇൻ മൈൻഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് വിത്ത് മീ. ഇതുപോലുള്ള അറിവുകൾ ഇനിയും ഉണ്ടാകും. അതുപോലെ ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു ഫോൺ വാങ്ങാനുള്ള, ഏറ്റവും മികച്ച വിലക്കുറവിലും മികച്ച ഫോണും വാങ്ങാനുള്ള ഒരു ലിങ്ക് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ പോയി നിങ്ങൾക്ക് ആ ഒരു ഫോൺ വാങ്ങിയാൽ
തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ള ലാഭം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ആ ലിങ്കിലൂടെ കയറി ഫോൺ വാങ്ങാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അതിൽ ലാഭം ഉണ്ടാവും. എന്തായാലും ആ കമ്പനിയിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ ഫോൺ വാങ്ങുന്നത്, അല്ലാതെ ഇത് കളിപ്പീരും തട്ടിപ്പും വെട്ടിപ്പും ഒന്നും അല്ല. അപ്പോൾ ഈ ലിങ്കിലൂടെ പോയി വാങ്ങുകയാണെങ്കിൽ അതിനുള്ള ലാഭം നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാകും. അപ്പോൾ ഫോൺ ആവശ്യമുള്ളവർ, സെൽഫോൺ, മൊബൈൽ ഫോൺ ആവശ്യമുള്ളവർ ആ ലിങ്കിലൂടെ പോയി വാങ്ങുക. അപ്പോൾ നമസ്കാരം.